നല്ല നാടൻ രുചിയിലുള്ള ഒരു കോളിഫ്ലവർ മസാലക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കറി എന്നൊക്കെ പറയുമ്പോൾ ചോറിന്റെ കൂടെ ആണെങ്കിലും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്ക് നല്ല നാടൻ രീതിയിലുള്ള കോളിഫ്ലവർ മസാലക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം ഇത് ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു 15 മിനിറ്റ് ഇതുപോലെ മാറ്റി വയ്ക്കുക. അതിനുശേഷം കഴുകി ഊറ്റി മാറ്റി വയ്ക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു കടായി ചൂടായതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്കൊരു 3 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു 12 അല്ലി വെളുത്തുള്ളിയും ഒരു 3 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഈ സവാളയിലേക്ക് ഒരു 4 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ കണ്ടോ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ട് ഇത് മതി. ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു പേസ്റ്റ്, അല്ലെങ്കിൽ നല്ല പേസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല, ഒന്ന് ചതച്ചെടുത്ത് തന്നെയാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴന്ന് വരണം. സവാള നന്നായിട്ട് തന്നെ വഴന്ന് വരണം കേട്ടോ, അപ്പോഴായിരിക്കും കറി നല്ല ടേസ്റ്റി ആയിട്ട് വരിക. പിന്നെ നമുക്ക് ഈ ഒരു കറി ഉരുളക്കിഴങ്ങും കൂടിയും ചേർത്തിട്ട് തയ്യാറാക്കാം, അല്ലെങ്കിൽ ഗ്രീൻ പീസ് ചേർത്തിട്ട് തയ്യാറാക്കാം, അല്ലെങ്കിൽ കോളിഫ്ലവർ തന്നെയാണെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ ഇത് നമ്മുടെ സവാള ഉണ്ടോ ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ വഴന്ന് വരണം കേട്ടോ. ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ, 3 ടീസ്പൂൺ, അതായത് 1 ടേബിൾ സ്പൂൺ. പിന്നെ മുളക് പൊടി, പച്ചമുളക് നമ്മൾ നേരത്തെ ചേർത്തേണ്ടായിരുന്നു, അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പൊടികളുടെ ഒരു പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ കണ്ടോ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ഇത് മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 2 നല്ല പഴുത്ത തക്കാളി ഇതുപോലെ ഒന്ന് കനം കുറച്ച് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നല്ലപോലെ തന്നെ ഒന്ന് വഴന്നു വരുന്നുണ്ടോ. ഞാനിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, ഇത് മതി. ഇതിലേക്ക് നമുക്കിനി കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കുറച്ച് സമയം വെച്ച കോളിഫ്ലവറാണ്. അത് ഊറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും കോളിഫ്ലവർ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനു മുമ്പ് ഗ്രേവിയുടെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാം, അതിനുശേഷം മാത്രം കോളിഫ്ലവർ ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് കോളിഫ്ലവർ മാത്രം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരാനാണ്, അതിനുശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1 ടീസ്പൂൺ അളവിൽ. പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് വെന്ത് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരണ്ടേ, അപ്പോൾ അതിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് കോളിഫ്ലവർ നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണം.
ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അതോടൊപ്പം ഈ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി നന്നായിട്ട് വരണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ദേ നമ്മുടെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കോളിഫ്ലവർ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോഴാണ് ഇതിൽ മസാല അതുപോലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിടിച്ചു വരിക. ഞാൻ കുറച്ചും കൂടി ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു. ഗ്രേവി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ എടുക്കാം. ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അതുപോലെ അപ്പം, ഇടിയപ്പം അതുപോലുള്ള കോമ്പിനേഷൻസിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വരും. നമുക്കിനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മസാലക്കറി റെഡി ആയിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ നിന്ന് കമന്റ് ചെയ്യുക. എന്താണെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.